മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതൽ വേണ്ട. കാരണം മുഖ്യമന്ത്രിയുടെ മകളെന്ന പേരിൽ വീണയ്ക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ എന്തൊക്കെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണ്. സാമ്പത്തിക ആരോപണങ്ങളൊക്കെ വന്നിട്ടും വീണയ്ക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടുമില്ല. എന്തായാലും വീണ വിജയന് മാസപ്പടിയിൽ പിടിവീഴും. പലതിനും വീണ വിജയൻ കണക്ക് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. കരിമണൽ കോഴയിൽ അഥവാ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം തുടങ്ങിയെന്ന റിപ്പോർട്ട്. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും CMRL നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ആദായനികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ത്വരിതാന്വേഷണമാണ് തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കമുള്ളവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണമാണിത്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിനിടെയാണ് പുതിയ നീക്കം. ISB മുമ്പാകെ പരിശോധനയ്ക്ക് വന്ന രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം CMRL കമ്പനി 2016 ശേഷം 135 കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO ആണ്. നിയമോപദേശപ്രകാരം കേസ് അവർക്ക് കൈമാറുന്നതിന് മുന്നോടിയായാണ് ത്വരിതാന്വേഷണം നടത്തുന്നത് എന്ന ഒരു മാധ്യമം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ഓഫീസിന്റെ ബംഗളൂരു, ചെന്നൈ റീജിയണൽ ഡയറക്ടർമാർക്കാണ് അന്വേഷണ ചുമതല. വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന SFIO. കേന്ദ്ര സർക്കാർ, സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവ നിർദ്ദേശിക്കുന്ന കേസുകളാണ് ഇവർക്ക് ഏറ്റെടുക്കാവുന്നത്. ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിക്കുള്ള കോടതിയാണ് SFIO. കേസുകളുടെ വിചാരണാധികാരം ഇത്തരത്തിലൊരു ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ ഉൾപ്പെടെ 12 പേർക്ക് നോട്ടീസ് അയക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ച എതിർകക്ഷികളായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള 12 പേർക്കെതിരെയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇവരെല്ലാം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ പരിധിയിലും വരും. ISB കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണെന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടറേറ്റ് ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസ് അന്വേഷണം SFIO ഏറ്റെടുക്കും. 2019 ജനുവരി 5-ന് CMRLന്റെ ഓഫീസിലും ഫാക്ടറിയിലും MDയുടെ പ്രധാന ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത രേഖകളും അവയെക്കുറിച്ച് MDയും ഉദ്യോഗസ്ഥരും നൽകിയ മൊഴികളുമാണ് കേസിന് ആധാരം. വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിയമവിരുദ്ധവും പരിസ്ഥിതി വിരുദ്ധവുമായ ഏതെങ്കിലും പരിഗണന CMRL കമ്പനി പണം നൽകിയിട്ടുണ്ടോ എന്നതാണ് ത്വരിതാന്വേഷണത്തിന് പ്രധാനം. ഇതിനൊപ്പം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കമ്പനിയിൽ നിന്ന് 13.4% ഓഹരി നിക്ഷേപമുണ്ട് എങ്കിൽ കേസ് പൊതുഖജനാവ് ദുർവിനിയോഗത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തും. CMRL ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെങ്കിൽ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചട്ടങ്ങളുടെ ലംഘനമാണോ എന്നത് പരിശോധിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും CMRL കമ്പനി പണം നൽകിയത് തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിന് സഹായം കിട്ടാനാണെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചിട്ടുണ്ട്. വീണ വിജയന് CMRL കമ്പനി മാസപ്പടി എന്തിനു നൽകിയെന്നതിനുള്ള ഉത്തരമാണിത്. വർഷങ്ങളോളം CMRLന് കരിമണൽ ഖനനം ചെയ്യാനായി എല്ലാ നിയമങ്ങളും മാറ്റിയെന്നും 3 വർഷമായി തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനം നടക്കുന്നതായും MLA ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് സ്വകാര്യ കമ്പനി 1.72 കോടി നൽകിയത് നിയമവിരുദ്ധമാണെന്ന് ആദായനികുതി തർക്ക പരിഹാര ബോർഡ് കണ്ടെത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 3 വർഷമാണ് വീണയ്ക്ക് CMRL നിന്ന് പണം കിട്ടിയതെന്നാണ് കമ്പനിയുടെ രേഖകളിലുള്ളത്. ഇതിന് പ്രത്യേകമായ ഒരു സേവനവും IT സംരംഭകയായ വീണയിൽ നിന്നോ അവരുടെ കമ്പനിയിൽ നിന്നോ ലഭിച്ചിട്ടില്ല എന്നാണ് കമ്പനി പ്രതിനിധി ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് നൽകിയ മൊഴിയിലുള്ളത്. ഇരുപക്ഷത്തെയും നേതാക്കൾ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായും രേഖകളിലുണ്ട്. ആദായനികുതി വകുപ്പ് പരിശോധനയിൽ പിടിച്ചെടുത്ത കുറിപ്പുകളിൽ നേതാക്കളുടെ ചുരുക്കപ്പേരുകളാണ് ഉള്ളത്.